നമസ്കാരം. പല എക്സാമുകളുടെയും ഡേറ്റുകൾ വന്നിട്ടുണ്ട്, പുതിയ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പലരും പഠനത്തിന് തിരക്കിലാണ്. ഇതിന്റെ ഇടയിൽ പലരും വിളിക്കാറുണ്ട്, വിളിച്ച് മിസ്സേ ഒരു മോട്ടിവേഷൻ വേണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് അറിയുന്നില്ല, ഓരോ ദിവസം എന്താ പഠിക്കേണ്ടതെന്നും അറിയുന്നില്ല, ഇതൊക്കെ എക്സാം ആകുമ്പോഴത്തേക്ക് സിലബസ് കംപ്ലീറ്റ് ആവുമെന്ന് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ടിപ്പാണ് തരാനുള്ളത്. നമ്മളൊരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ അതിൽ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞു അത് ടിക്ക് ചെയ്ത് പോകുന്നതാണ് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത് ഒരുപാട് ദിവസത്തേക്കൊന്നും പ്ലാൻ ചെയ്യണ്ട, ഒരു ദിവസത്തേക്ക് ചെയ്താൽ മതി. ഒരു ദിവസം കാലത്ത് എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് ഒരു പെന്നും പേപ്പറും എടുത്ത് ഇന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ ചെയ്യണം, നമുക്ക് എന്തൊക്കെ പഠിച്ചു തീർക്കണം എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അത് നമ്മുടെ ആ ദിവസത്തെ സമയത്തിനനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്യാം. വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഹൗസ് വൈഫ് ആയിക്കോട്ടെ, പഠിക്കുന്നവരായിക്കോട്ടെ, ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അവൈലബിൾ ടൈമിൽ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏത് സമയത്ത് ചെയ്യും എന്ന് പറഞ്ഞൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിൽ ഏതൊക്കെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും നമ്മൾ ആ ദിവസത്തെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത്. ഇനി ഈ ടു ഡു ലിസ്റ്റ് നമ്മൾ ഒരു 10 കാര്യം ഒരു ദിവസം എഴുതി ഒരു 5-ാമത്തെ 6-ാമത്തെ കാര്യം വരെ നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കൂടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു തരം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അത് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. കാരണം ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയും കാര്യം ചെയ്തു, എങ്ങനെ ബാക്കിയുള്ള ആ 3 കാര്യം കൂടെ ഒന്ന് ചെയ്തു തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ എഴുതി വെച്ച 10 കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ആ 10 കാര്യങ്ങളും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചെയ്തു തീർത്തിട്ടുണ്ടാവും. ഈ പറഞ്ഞത് നമ്മളൊരു ഹോബിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. അത് പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, വർക്ക് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിലും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ പഠിച്ചു തുടങ്ങുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഡെയിലി പഠിക്കാനുള്ള കാര്യങ്ങൾ അതൊരു 5 ടോപ്പിക്സ് ആയിക്കോട്ടെ, 10 ടോപ്പിക്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. പഠിച്ചു കഴിഞ്ഞ പോർഷൻസ് ഒന്ന് ടിക്ക് ചെയ്ത് പോവുക. ഈവനിങ് ആവുമ്പോൾ എഗെയിൻ ഒരു 10 മിനിറ്റ് ഇതിന് മുന്നിൽ ഇരിക്കാം. ഞാൻ രാവിലെ എഴുതി വെച്ചതിൽ ഇത്രയും കാര്യം ഇന്ന് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സാറ്റിസ്ഫാക്ഷനോട് കൂടി നമുക്ക് രാത്രി ഉറങ്ങാൻ സാധിക്കും. അടുത്ത ദിവസം വീണ്ടും ഒരു ടു ഡു ലിസ്റ്റിനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. താങ്ക് യു.